തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു. എന്നിരുന്നാലും കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ആരാകും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. അതും അനിശ്ചിതത്തിലാണെന്ന് പറയാം. ആയതിനാൽ ഞാൻ സംഖ്യാശാസ്ത്രത്തിലൂടെ അതിനെ വിശകലനം ചെയ്ത് മേയറാകാൻ ആരാകും എന്ന് ഞാൻ പ്രവചിക്കാൻ പോകുന്നു. അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനലിൻ്റെ പേരാണ് സംഖ്യകൾ സംസാരിക്കും. ഞാൻ സുനിൽ പാഠക്, ആസ്ട്രോളജർ ആൻഡ് ന്യൂമറോളജിസ്റ്റ്. കൊച്ചിൻ കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിൽ 3 പേരുടെ പേരാണ് പൊതുവെ ഇപ്പോൾ കേൾക്കുന്നത്. ആരൊക്കെയാണ് ആ 3 പേരെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മാത്യു. ഡേറ്റ് ഓഫ് ബർത്ത് 5/3/1969. ഡ്രൈവർ നമ്പർ 5, കണ്ടക്ടർ നമ്പർ 6, പൂവ നമ്പർ 2, മിസ്സിംഗ് നമ്പർ 4, 7, 8. ഡ്രൈവർ നമ്പർ 5ഉം കണ്ടക്ടർ നമ്പർ 6ഉം തമ്മിലുള്ള സംയോജനം, അതെ, ന്യൂമറോളജിയിൽ പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത് തമ്മിൽ വളരെ അനുയോജ്യമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 951 എന്ന ലൈൻ കംപ്ലീറ്റ് ആണ്. കൂടാതെ 66ഉം ആ ബർത്ത് ചാർട്ടിൽ ഉണ്ട്. ആയതിനാൽ ബർത്ത് ചാർട്ടും പ്രബലവും ശക്തവുമാണ്. ഇനി പേഴ്സണൽ ഇയറും കൂടി നോക്കാം. പേഴ്സണൽ ഇയർ 8 ഷൈനി മാത്യുവിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഡ്രൈവറും കണ്ടക്ടറിൻ്റെയും സംയോജനത്തിൽ പേഴ്സണൽ ഇയർ 8 അനുയോജ്യമായ ഒരു അവസ്ഥയിൽ തന്നെ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഷൈനി മാത്യുവിൻ്റെ ബർത്ത് ചാർട്ടിൽ ഉള്ളത്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉള്ളത്. അടുത്ത പേരാണ് ദീപ്തി മേരി വർഗീസ്. 26/10/1974. ഡ്രൈവർ നമ്പർ 8, കണ്ടക്ടർ നമ്പർ 3, കൂവ നമ്പർ 7, മിസ്സിംഗ് നമ്പർ 5. അപ്പോൾ ഡ്രൈവർ നമ്പർ 8ഉം കണ്ടക്ടർ നമ്പർ 3ഉം തമ്മിലുള്ള സംയോജനം അല്ലെങ്കിൽ കോമ്പിനേഷൻ ശക്തമാണ്, പ്രബലമാണ്, കൂടാതെ നല്ലൊരു അനുയോജ്യമായ അവസ്ഥയിലുമാണ്. പിന്നെ ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ 4, 3, 8 എന്ന ആ ലൈൻ പൂർണ്ണമാണ്. കാരണം പൊളിറ്റിക്സിൻ്റെ ലൈനാണ് 4, 3, 8. ആയതിനാൽ ബർത്ത് ചാർട്ടും വളരെ ശക്തമാണ്. ഇനി പേഴ്സണൽ ഇയർ നോക്കാം. പേഴ്സണൽ ഇയർ നടക്കുന്നത് 9. 9 എന്ന് പറയുമ്പോൾ ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷനിൽ 8ൻ്റെ ആൻറ്റി നമ്പറാണ് 9. ആയതിനാൽ പേഴ്സണൽ ഇയർ അത്ര ഒരു അനുകൂലമായ ഒരു അവസ്ഥയിലല്ല നടക്കുന്നത്. ഇനി മൂന്നാമത്തെയും അവസാനത്തെയുമായി സ്ഥാനാർത്ഥിയുടെ പേരാണ് പറയാൻ പോകുന്നത്. മിനിമോൾ 2/11/1977. ഡ്രൈവർ നമ്പർ 2, കണ്ടക്ടർ നമ്പർ 1, പൂവ നമ്പർ 1, മിസ്സിംഗ് നമ്പർ 3, 4, 5, 6, 8. ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷൻ 2ഉം 1ഉം തമ്മിലുള്ള സംയോജനം അനുകൂലമായ ഒരവസ്ഥയിലാണ്. ഇനി ബർത്ത് ചാർട്ട് നോക്കാം. ബർത്ത് ചാർട്ടിൽ അത്ര ഒരു പ്രബലമായ ഒരു ബർത്ത് ചാർട്ടല്ല എന്ന് വേണം പറയാൻ. കാരണം ഒരുപാട് മിസ്സിംഗ് നമ്പർ ഉണ്ട്. ആകെ ഒരു പ്ലസ് പോയിന്റ് ബർത്ത് ചാർട്ടിൽ 5-1
ഒന്നുകൾ കാണാൻ കഴിയുന്നു. അതുമാത്രമാണ് ഒരു ആശ്വാസമായ ഒരു കാര്യം. അപ്പോൾ ബർത്ത് ചാർട്ട് അത്ര ഒരു പ്രബലമായ അല്ലെങ്കിൽ ഒരു ശക്തമായ അല്ലെങ്കിൽ ഒരു അനുകൂലമായ ഒരു അവസ്ഥയിലല്ല. ഇനി പേഴ്സണൽ ഇയർ എന്ന് പറയുന്നത് 4 മിനി മോളിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത്. ആയതിനാൽ പേഴ്സണൽ ഇയർ 2ൻ്റെ ആൻറ്റിയാണ് 4. അതുകൊണ്ട് അതും അനുകൂലമായ ഒരവസ്ഥയിലല്ല. അപ്പോൾ ഈ 3 പേരുടെയും ബർത്ത് ചാർട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനത്തിന് ശേഷം ഞാനിതിൽ ദീപ്തിക്കും ഷൈനി മാത്യുവിനുമാണ് ഇതിൽ സാധ്യതകൾ, അതായത് മത്സരത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം അല്ലെങ്കിൽ സാധ്യതകൾ കൂടുതലും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നത്. അതിൽ 1ാമത്തെ സ്ഥാനം, അതായത് മേയറാകാൻ കൂടുതലും സാധ്യത ഷൈനി മാത്യുവിനെ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.